ഹലോ എവ്രി വൺ, വെൽക്കം ടു എജു പ്ലസ്. നമ്മളിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2023 സൈക്കോളജിയുടെ സെക്കൻഡ് സെമസ്റ്റർ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പാർട്ട് എയിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് എയിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, ഓരോന്നിനും 2 മാർക്ക് വീതം. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഡിഫൈൻ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഓർ ട്രെയിനിങ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ ട്രെയിനിങ് എന്നുള്ളത് എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ള ചോദ്യം. അപ്പോൾ നമ്മളൊരു ലേണിംഗ് സിറ്റുവേഷനിൽ പഠിച്ച കാര്യങ്ങൾ മറ്റൊരു ലേണിംഗ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നത്, പോസിറ്റീവ്ലി ആവാം നെഗറ്റീവ്ലി ആവാം, എങ്ങനെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുക. ഇനിയിപ്പോൾ അതിൻ്റെ ടൈപ്സ് എടുത്തു കഴിഞ്ഞാലോ, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, 0 ഉണ്ട്. മെയിനായിട്ടും ആ 3 എണ്ണം ഇവിടെ മെൻഷൻ ചെയ്താൽ മതിയാവും. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലേ. ഇത്രയാണ് ആ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അടുത്ത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അസിമിലേഷൻ ആൻഡ് അക്കമഡേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അസിമിലേഷനും അക്കമഡേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ അത് പിയാഷയുടെ തിയറിയിൽ പഠിച്ചിട്ടുള്ളതാണ്. പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അസിമിലേഷനും അക്കമഡേഷനും എന്താണെന്നുള്ളത്. അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഇൻ വിച്ച് എൻ എക്സിസ്റ്റിംഗ് സ്കീമ ഈസ് യൂസ്ഡ് ആൻഡ് അപ്ലൈ ടു എ ന്യൂ സിറ്റുവേഷൻ ഓർ ഒബ്ജക്റ്റ്. ഒരു എക്സിസ്റ്റിംഗ് സ്കീമയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന, ഒരു സിറ്റുവേഷൻ ഒരു കാര്യമൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അക്കമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് സ്കീമയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കൊണ്ടുവന്ന് അവിടെ പുതിയ കാര്യങ്ങൾ സെറ്റാക്കി വെക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചിങ് ഓർ ഇവോൾവിംഗ് സ്ട്രാറ്റജീസ് വെൻ എൻ എക്സിസ്റ്റിംഗ് സ്കീമ ഡസ് നോട്ട് വർക്ക് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. നമ്മുടെ എക്സിസ്റ്റിംഗ് സ്കീമ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിലെന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ ആ സ്കീമ വർക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ആക്കുന്നതാണ് ഈ അക്കമഡേഷൻ എന്ന് പറയുന്നത്. പിയാഷയുടെ തിയറിയിൽ വരുന്നതാണ്. അടുത്തത് വാട്ട് ഈസ് മെൻ ബൈ സെൻസറി രജിസ്റ്റർ എന്നാണ്. മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ് എന്നുള്ള മെമ്മറി ആൻഡ് റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ് എന്നുള്ള യൂണിറ്റിൽ വരുന്നതാണ്. അത് സെൻസറി രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസ് ഓർഗൻസ് കൂടെ ആദ്യമായിട്ട് ഇൻഫർമേഷൻ നമ്മുടെ ആ മെമ്മറി സിസ്റ്റത്തിലേക്കൊക്കെ കയറുന്ന ആ ഭാഗമാണ് സെൻസറി രജിസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ 4ാമത്തെ ചോദ്യം, ഗിവ് ദ മീനിങ് ഓഫ് മെച്ചുറേഷൻ, ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ലേണിംഗ്. മെച്ചുറേഷനും ലേണിങ്ങും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, മെച്ചുറേഷൻ എന്താണെന്നാണ് ആ ചോദ്യം പറയുന്നത്. മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള കുറേ ക്വാളിറ്റീസ്, കുറേ ട്രെയ്റ്റ്സുകളൊക്കെ സമയം പോകുന്നതിനനുസരിച്ച്, നമ്മുടെ പ്രായമാവുന്നതിനനുസരിച്ച് ഇങ്ങനെ പുറത്ത് വരുന്നതിനെയാണ് മെച്ചുറേഷൻ എന്ന് പറയുക. മെച്ചുറേഷനും ലേണിങ്ങും തമ്മിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിലേഷൻ തന്നെ ഉണ്ട്. നമ്മൾ ഓരോ കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള മെച്യൂരിറ്റി നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ മാത്രമാണ് ലേണിംഗ് നമുക്ക് ഒപ്റ്റിമം ലേണിംഗ് പോസിബിൾ ആവുള്ളൂ, നല്ല മികച്ച ഒരു ലേണിംഗ് അവിടെ പോസിബിൾ ആവുള്ളൂ. അത്രയാണ് ആ ചോദ്യത്തിൽ എഴുതാനുള്ളത്. അടുത്തത്, വാട്ട് ഡു സോഷ്യൽ ലേണിംഗ് തിയറി പോസിറ്റ്. സോഷ്യൽ ലേണിംഗ് തിയറി എന്താണ് പറയണതെന്നാണ്. സോഷ്യൽ ലേണിംഗ് തിയറി, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഉണ്ട്, വൈഗോസ്കിയുടെ സോഷ്യൽ ലേണിംഗ് തിയറി ആണുള്ളത്. അവിടെ തിയറി ഫുൾ തിയറീനെ പറ്റിയിട്ട് എഴുതേണ്ടതായിട്ടില്ല, 2 മാർക്കുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾ കൂടുതലായിട്ട് നമ്മളൊരു സോഷ്യൽ പേഴ്സ്പെക്റ്റീവിൽ പഠിക്കുക എന്നുള്ളതാണ് ഈ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയണത്. നമ്മൾ കുറച്ചും കൂടെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ലേണിംഗ് ഒക്കെ കൊണ്ടുവരിക. അതേപോലെ കരിക്കുലം എന്തായിരിക്കണം, ലേണിംഗ് ടാസ്കുകളൊക്കെ ഒരു സോഷ്യലൈസേഷൻ എന്നുള്ള കോണ്ടെക്സ്റ്റിൽ വേണം ലേണിംഗ് നടക്കാമെന്നാണ് ആ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത്. അടുത്തത്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസിയേഷനാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അത് നമ്മുടെ സ്കിന്നറുടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ വരുന്നതാണ് ഈ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും. ഈ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു ടേബിളായിട്ട് തന്നെ നമുക്ക് ബുക്കിലൊക്കെ അവൈലബിൾ ആണത്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എ റെസ്പോൺസ്, വെറാസ് പണിഷ്മെൻറ്റ് decreases the probability of occurrence of a response. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു റെസ്പോൺസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. പക്ഷെ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെസ്പോൺസിനെ വീക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണിഷ്മെൻറ്റ് കൊടുക്കുക. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൽ നമ്മൾ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസിനെ വിഡ്രോ ചെയ്യുന്നു. അതുവഴി നമ്മൾ എന്ത് ചെയ്യും, ഒരു നല്ലൊരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ നല്ലൊരു റെസ്പോൺസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചെയ്യുക. അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ വിഡ്രോ ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് നല്ലൊരു റെസ്പോൺസ് കിട്ടാൻ, നല്ലൊരു റെസ്പോൺസിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി നോക്കുന്നതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലേറ്റായി വന്നു കഴിഞ്ഞാലൊക്കെ, അല്ലെങ്കിൽ
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫൈൻ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിലാണ്. പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, എന്തെങ്കിലും കൊടുക്കുക, ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യം കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ലേറ്റ് കമ്മിങ്ങിൻ്റെ കാര്യം തന്നെ നേരെ തിരിച്ചാലോചിച്ചാൽ നമുക്ക് പണിഷ്മെൻറ്റിലേക്ക് വരാം. ലേറ്റ് കമ്മേഴ്സ് വിൽ ബി ഫൈൻഡ് എന്നുള്ളത് ഒരു പണിഷ്മെൻ്റാണ്. ലേറ്റായിട്ട് വരാണ്ടിരിക്കുക, പങ്ക്ച്വലാവുക എന്നുള്ള ഒരു റെസ്പോൺസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലേറ്റായി വരുന്ന റെസ്പോൺസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു ഫൈൻ കൊടുക്കുക. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും. അത് കൃത്യമായിട്ട് നോക്കണം, എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണത്. വളരെ ചെറിയ ടോപ്പിക് ആണെങ്കിലും അത് കൺഫ്യൂഷൻ വരുന്ന ഏരിയ ആണ്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ പിയർ ട്യൂട്ടറിങ്. പിയർ ട്യൂട്ടറിങ് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ പിയർ ട്യൂട്ടറിങ്. നമ്മൾ ക്ലാസ്സിൽ സെമിനാറൊക്കെ എടുക്കുന്ന പോലെ ക്ലാസ് എടുക്കില്ലേ, അത് അങ്ങനത്തെ സംഭവമാണ് പിയർ ട്യൂട്ടറിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ക്ലാസ് ഒരു കോപ്പറേറ്റീവായിട്ടും കൊളാബറേറ്റീവായിട്ടും ക്ലാസ് റൂമിൻ്റെ ഒരു മൊത്തത്തിലൊരു അറ്റ്മോസ്ഫിയർ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് മാറും. ടീച്ചർമാർ നമ്മുടെ കൂട്ടത്തിലൊരാളാകുമ്പോൾ നമുക്കും കൂടെ കുറച്ചും കൂടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഒക്കെ കൂടുതലോ. അതാണ് ഈ പിയർ ട്യൂട്ടറിങ് വരുന്നത്. പിന്നെ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അടുത്തത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നമ്മൾ പഠിച്ചത് കാൾ റോജേഴ്സിൻ്റെയാണ് നമ്മൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പഠിച്ചത്. 3ാമത്തെ യൂണിറ്റിൽ തന്നെയാണ് അത് പഠിച്ചത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളെന്തായിരിക്കും, സെൽഫ് ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആയിരിക്കും അവിടെ നടക്കുക. അവിടെ ഒരു പേഴ്സണൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ ഒരു പൊവേഴ്സീവ് എഫക്ട്സ് ഓൺ ദ ലേണർ ഉണ്ടായിരിക്കും. ലേണറിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ എക്സ്പീരിയൻഷ്യലായിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുകയല്ലേ കാര്യങ്ങളൊക്കെ. നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനും നമ്മുടെ അങ്ങനത്തെ നമുക്ക് കുറച്ചുകൂടി പേഴ്സണലി കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നതാണ് ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ലേണിംഗ് ക്ലൈമറ്റ് ഉണ്ടാവും. അതേപോലെ ലേണിംഗ് എന്തിനാണ് ലേൺ ചെയ്യണം, ആ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയായിരിക്കും. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എല്ലാ അവൈലബിൾ ആയിട്ടുള്ള ലേണിംഗ് റിസോഴ്സസും നമ്മൾ ഉപയോഗിക്കും. അതേപോലെ നമ്മുടെ ഫീലിങ്സും തോട്ട്സും ഒക്കെ വെച്ച് നമ്മൾ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ കണക്ട് ചെയ്തിട്ട് പഠിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേഴ്സണൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ്, എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നതാണ് ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒരു 2-3 പോയിന്റ്സ് അവിടെ എഴുതാനായിട്ട് സാധിക്കും. അടുത്തത്, റൈറ്റ് എനി 4 മേജർ ചേഞ്ചസ് ഇൻ തിങ്കിങ് ഡ്യൂറിങ് പ്രീ ഓപ്പറേഷണൽ പീരീഡ്. പ്രീ ഓപ്പറേഷണൽ പീരീഡിൽ നടക്കുന്ന എന്തെങ്കിലും 4 മേജർ ചേഞ്ചസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രീ ഓപ്പറേഷണൽ പീരീഡ് ഒക്കെ വരുന്നത് പിയാഷെയുടെ കൊഗ്നേറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിലാണ് ഈ പ്രീ ഓപ്പറേഷണൽ പീരീഡ് ഒക്കെ വരുന്നത്. പ്രീ ഓപ്പറേഷണൽ പീരീഡ് ഒരു കുട്ടിയുടെ 2 മുതൽ 7 വരെ വയസ്സിലാണ് വരിക. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ലേൺ ടു യൂസ് ലാംഗ്വേജ് ആൻഡ് ടു റെപ്രസെൻറ്റ് ഒബ്ജക്ട്സ് ബൈ ഇമേജസ് ആൻഡ് വേർഡ്സ്. നമ്മൾ എന്ത് ചെയ്യും, ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പഠിക്കും. അതേപോലെ തന്നെ ഒബ്ജക്ട്സിനെ ഇമേജസും വേർഡ്സും ഒക്കെ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിക്കും. 2 തൊട്ട് 7 വരെ വയസ്സിലാണ്. അപ്പോൾ നമുക്ക് ആലോചിച്ചറിയാം, നമുക്ക് തന്നെ കണ്ടുപരിചയമുള്ള ആ പ്രായത്തിലുള്ള കുട്ടികളെ വെച്ചിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അടുത്തതോ, തിങ്കിങ് ഈസ് സ്റ്റിൽ ഈഗോസെൻട്രിക്, ഹാസ് ഡിഫിക്കൽട്ടി ടേക്കിംഗ് ദ വ്യൂ പോയിന്റ് ഓഫ് അതേഴ്സ്. തിങ്കിങ് എപ്പോഴും ഈഗോസെൻട്രിക് ആയിരിക്കും. ഞാനെന്ന ഭാവം ഈ 2 തൊട്ട് 7 വരെയുള്ള പിള്ളേരുടെ സ്വഭാവം അറിയാലോ, കുറച്ച് വാശിയൊക്കെ മൂത്ത പ്രായമായിരിക്കും. അപ്പം ഞാനെന്ന ഭാവം ഈഗോസെൻട്രിക് ആയിരിക്കും കുറച്ചുകൂടെ. ക്ലാസിഫൈ ഒബ്ജക്ട്സ് ബൈ എ സിംഗിൾ ഫീച്ചർ. നമ്മളിപ്പോൾ ഒരൊറ്റ കാര്യം വെച്ചിട്ടായിരിക്കും കുട്ടികൾ സാധനങ്ങളെയൊക്കെ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ചെയറിനെ തന്നെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ കളർ വെച്ചിട്ടാണെങ്കിൽ ആ ഒരൊറ്റ കളറിൽ ബ്ലാക്ക് കളറിലാണെങ്കിൽ ബ്ലാക്ക് എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും. ചിലപ്പോൾ അത് സെറ്റിയുടെ അങ്ങനത്തെ കുഷ്യനുള്ള ചെയറായിരിക്കാം, ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ ചൂരലിൻ്റെ കസേരയായിരിക്കും. അങ്ങനെയൊന്നും ക്ലാസിഫൈ ചെയ്യില്ല. അവർ ഏത് രീതിയിലാണോ വിചാരിച്ചത് ആ ഒരൊറ്റ രീതിയിൽ മാത്രമാണ് അവർ ക്ലാസിഫൈ ചെയ്യുള്ളൂ. ഇതൊക്കെയാണ് പ്രീ ഓപ്പറേഷണൽ പീരീഡിന് വരുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ വേരിയബിൾസ് ദാറ്റ് എഫക്ട് ലേണിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഡിവിജ്വൽ വേരിയബിൾസ് ഏതൊക്കെയാണ്, ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ വേരിയബിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ ലേണിംഗ് എ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്നുള്ള ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന ടോപ്പിക്കാണ് വേരിയബിൾസ് അല്ലെങ്കിൽ ഇൻ ലേണിംഗ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് എന്നുള്ളത്. ഇൻഡിവിജ്വൽ വേരിയബിൾസ് ഏതൊക്കെയാണ്, മെച്ചുറേഷൻ ഉണ്ട്, റെഡിനെസ് ടു ലേൺ ഉണ്ട്, ഏജ് ഉണ്ട്, സെക്സ് ഉണ്ട്, പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട്, മെൻ്റൽ എബിലിറ്റീസ് ഉണ്ട്, ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് ഉണ്ട്. ഇത്രയാണ് ഇൻഡിവിജ്വൽ വേരിയബിൾസ് വരുന്നത്. അത് ഓരോന്നും എന്താണെന്ന് എഴുതിയാൽ ജസ്റ്റ് എന്താണെന്നുള്ള ഒരു സെൻറ്റൻസിൽ എഴുതും കൂടി ചെയ്താൽ നമുക്ക് 2 മാർക്കിനുള്ള പോയിന്റ്സ് ആയി. അടുത്തത് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ വരുന്നത് ആദ്യത്തെ ചോദ്യം. പാർട്ട് ബിയിൽ നമുക്ക്
4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഏതെങ്കിലും 10 ചോദ്യം എഴുതിയാൽ മതി. ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് സ്കിന്നറുടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എഴുതാനാണ്. സ്കിന്നറുടെ തിയറിയുടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്കിന്നറുടെ തിയറിയുടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആണ് അടുത്തത്. സ്കിന്നറുടെ ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ് വരുന്നത്. അതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിന് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ട് പഠിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പറയുക. നമ്മൾ ടീച്ചിങ് ലേണിങ്ങിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറയുക. അതേപോലെ എങ്ങനെയാണ് റിവാർഡ് കൊടുത്തിട്ടൊക്കെ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ കൊണ്ടുവരാൻ പറ്റുന്നതെന്നുള്ള കാര്യം. പിന്നെ ഓപ്പറന്റ് കണ്ടീഷനിങ് കൂടെ എങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാം. അതേപോലെ നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ഈ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ എങ്ങനെ സക്സസ്ഫുള്ളി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതേപോലെ ലേണിംഗ് ആക്ടിവിറ്റീസിനൊക്കെ എങ്ങനെ ലാർജർ ആയിട്ടുള്ള ലേണിംഗ് ആക്ടിവിറ്റീസിനെ സ്മോൾ ടാസ്കുകളാക്കി കൊടുത്ത് ഓരോന്നിനെയും എങ്ങനെ റീഇൻഫോഴ്സ് ചെയ്യാം. ഈ റീഇൻഫോഴ്സ്മെൻറ്റിൽ കൂടെ നമുക്ക് വേണ്ട ഒരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് സ്കിന്നറുടെ തിയറിയിൽ പറയുന്നത്. അപ്പോൾ അതിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ അത് എങ്ങനെയൊക്കെ ക്ലാസ് റൂം സിറ്റുവേഷൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ വേണം അതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട്. അടുത്തത് കൺസെപ്റ്റ് മാപ്പിംഗ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. കൺസെപ്റ്റ് മാപ്പ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഓപ്ഷണൽ കോഴ്സിലും പഠിച്ചിട്ടുണ്ടാവും. അത് ഒരു EPC വർക്കായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. കൺസെപ്റ്റ് മാപ്പ് എന്താണ്, ഒരു മേജർ കൺസെപ്റ്റിനെ നിങ്ങൾ നടുവിൽ വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്യുന്ന കൺസെപ്റ്റുകളൊക്കെ, റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ എന്ത് ചെയ്യണം, അതിനെ ബ്രാഞ്ച് ചെയ്തിട്ട് വരുന്നവർ നമ്മൾ ഈ പദസൂര്യൻ ഒക്കെ വരച്ചിട്ടില്ലേ, അതുപോലെ ഉണ്ടാക്കുന്നതാണ് ഈ കൺസെപ്റ്റ് മാപ്പിംഗ് എന്നുള്ളത്. ഇപ്പം തന്നെ നമ്മൾ ലേണിംഗ് തിയറീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ തിയറികളെയും നമ്മൾ ചുറ്റും വരച്ചു. ആ തിയറികളുടെ സബ് ഡിവിഷൻസ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന ലോസ് ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ സബ് ഡിവിഷൻസ് ആയിട്ട് വരയ്ക്കുന്നതൊക്കെ എന്താണ്, ഒരു കൺസെപ്റ്റ് മാപ്പിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ്, ചിലർ ചിലപ്പോൾ സോഷ്യൽ സയൻസ് ആയിരിക്കാം, ചിലർ ഫിസിക്സ് ആവാം, കെമിസ്ട്രി ആവാം, മാത്സ് ആവാം, അങ്ങനെ ആ സബ്ജക്റ്റിൽ നിങ്ങൾ സ്യൂട്ടബിൾ ആണ്, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ എന്ത് എഴുതണം, ആദ്യം നമ്മൾ കൺസെപ്റ്റ് മാപ്പ് എന്താണെന്നൊക്കെ ഒന്ന് എഴുതാം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊക്കെ എഴുതാം, എന്നിട്ട് അതിൻ്റെ സ്യൂട്ടബിൾ എക്സാമ്പിൾ വെച്ചിട്ട് അതിനെ ഒന്ന് ആ കാര്യം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക 4 മാർക്കിന് എഴുതുമ്പോൾ. ഇനി എന്യൂമറേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 3ാമത്തെ ചോദ്യമായിട്ട്. അപ്പോൾ ഗ്രൂപ്പ് എന്താണെന്നുള്ളത് എഴുതുക. ഒന്നിൽ കൂടുതൽ ആൾക്കാർ കൂടി ഇരുന്ന് ഒരു വർക്ക്, ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ കൂട്ടത്തിൽ കൂടി വർക്ക് ചെയ്യുന്നതാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കും, കോമൺ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും, ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും, അങ്ങനത്തെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, അതൊക്കെ എന്തൊക്കെയാണെന്ന് എഴുതുക. അപ്പോൾ ആദ്യം ഗ്രൂപ്പ് എന്താണെന്നുള്ളതും അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതും, പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് റിഫ്ലക്റ്റീവ് ലേണിംഗ് എന്നുള്ളതാണ് അടുത്തത്. റിഫ്ലക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്യുക, ഒന്നുകൂടെ വിശകലനം ചെയ്യുന്നതാണ് ഈ റിഫ്ലക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ലേണിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റിൽ എടുക്കുമ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിക്കുന്നതിനെ ഒന്നും കൂടെ റിഫ്ലക്റ്റ് ചെയ്യുക, ഒന്നും കൂടെ വിശകലനം ചെയ്യുന്നതാണ് ഈ റിഫ്ലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. റിഫ്ലക്ഷൻ ഓൺ ആക്ഷനും റിഫ്ലക്ഷൻ ഇൻ ആക്ഷനും ഉണ്ട്. ഓൺ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, ഇനിയിപ്പോൾ ടീച്ചിങ് ആണെങ്കിൽ പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ പറ്റിയിട്ട് വിശകലനം ചെയ്യുന്നതാണ് ഓൺ ആക്ഷൻ. ഇൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ഇവാലുവേഷൻ നടത്തുന്നതാണ് ഇൻ ആക്ഷൻ. അപ്പോൾ ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് റിഫ്ലക്ഷൻ എന്നുള്ള കാര്യമൊക്കെ എഴുതുക ഒരു പാരഗ്രാഫിൽ, പിന്നെ ഒരു ഡെഫിനേഷൻ എഴുതുക, പിന്നെ റിഫ്ലക്ഷൻ, ഓൺ ആക്ഷൻ, ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ എഴുതുക. അതാണ് ആ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അടുത്തത് എക്സ്പ്ലെയിൻ മെറ്റാകോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് ഫോർ സക്സസ്ഫുൾ ലേണിംഗ്. സക്സസ്ഫുൾ ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റാകോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ മെറ്റാകോഗ്നീഷൻ എന്താണെന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടാവണം. മെറ്റാകോഗ്നീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തിങ്കിങ് അബൌട്ട് തിങ്കിങ് ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ആലോചിക്കുകയാണ്, വീണ്ടും വീണ്ടും ഒരു കാര്യത്തിനെ പറ്റി ആലോചിക്കുകയാണ്, ഒന്നും കൂടെ ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് ഈ മെറ്റാകോഗ്നീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റാകോഗ്നീഷൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേണിങ്ങിന് മെറ്റാകോഗ്നീഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും യൂസ്ഫുൾ ആവുക, അത് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം
മെറ്റാകോഗ്നിഷൻ എന്താണെന്ന് എഴുതുക. പിന്നെ അതിൽ വരുന്ന കമ്പണൻസ് ഉണ്ടല്ലോ, മെറ്റാകോഗ്നിറ്റീവ് നോളജ്, റെഗുലേഷൻ, എക്സ്പീരിയൻസ്, അതൊക്കെ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. 4 മാർക്കായ കാരണം അതൊക്കെ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. പിന്നെ ഇത് എങ്ങനെയാണ് നമ്മുടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് ഒന്ന് എഴുതുക. അപ്പോൾ നമ്മുടെ ആക്റ്റീവ് എൻഗേജ്മെൻറ്റ്, നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ചിന്തിച്ച് ആലോചിച്ചും പഠിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ്, നമ്മൾ ഒരു കാര്യം അറിഞ്ഞ് പഠിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലേണിങ്ങിനെ അത് ബാധിക്കുക എന്ന് ആലോചിച്ചാൽ മതി. അപ്പം നമ്മുടെ ലേണിങ്ങിനെ ആക്റ്റീവായിട്ടുള്ളൊരു എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കും ലേണിങ്ങിൽ. അതേപോലെ ഒരു സെൽഫ് മോണിറ്ററിങ് കൊണ്ടുവരും. എഫക്റ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അതേപോലെ ഇതാക്കാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? മെറ്റാകോഗ്നിഷൻ വഴി നമ്മുടെ ലേണിംഗ് എൻഹാൻസ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഒക്കെയാണ് മെറ്റാകോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് പറഞ്ഞ് മനസ്സിലാക്കുക. അതേപോലെ ലേണിംഗ് എക്സ്പീരിയൻസസിനെ റിഫ്ലക്റ്റ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗോൾ സെറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ സപ്പോർട്ടിംഗ് ലേണിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ മെറ്റാകോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് ഉള്ളത്. അപ്പോൾ നമ്മൾ മെറ്റാകോഗ്നിഷൻ എന്താണെന്ന് എഴുതുക, അതിൻ്റെ കമ്പണൻസ് എന്താണെന്ന് എഴുതുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് മെറ്റാകോഗ്നിഷൻ വഴി ഒരാൾ മെറ്റാകോഗ്നിറ്റീവ് നോളജ് അല്ലെങ്കിൽ മെറ്റാകോഗ്നിഷൻ വഴി ഒരു കുട്ടിക്ക് എങ്ങനെയൊക്കെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യാം എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിങ്ങിനെ ബ്രീഫ്ലി ഡിസ്ക്രൈബ് ചെയ്യണം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിങ്. നമ്മൾ 2 മാർക്കിൻ്റെ ചോദ്യത്തിലും നമ്മളത് കണ്ടു, എന്തൊക്കെയാണ് ഇൻഡിവിജ്വൽ വേരിയബിൾസ് എന്ന്. 3 ഫാക്ടേഴ്സാണ് ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് മെയിനായിട്ട് 3 ഫാക്ടേഴ്സും. പിന്നെ കൊഗ്നിറ്റീവ് ഉണ്ട്, അത് ഞാൻ പറയാം. 3 ഫാക്ടേഴ്സാണ് മെയിനായിട്ട് നമ്മൾ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പഠിച്ചിട്ടുള്ള ഇൻഡിവിജ്വൽ വേരിയബിൾ, ടാസ്ക് വേരിയബിൾ ആൻഡ് മെത്തേഡ് വേരിയബിൾ. ഇൻഡിവിജ്വൽ വേരിയബിൾസിൽ മെച്ചുറേഷൻ, റെഡിനെസ് ടു ലേൺ, ഏജ്, സെക്സ്, പ്രീവിയസ് എക്സ്പീരിയൻസ്, മെൻ്റൽ എബിലിറ്റീസ്, ഫിസിക്കൽ ഹാൻഡിക്യാപ്സ്. ടാസ്ക് വേരിയബിൾസിൽ ലെങ്ത് ഓഫ് ദ ടാസ്ക്, ഡിഫിക്കൽട്ടി ഓഫ് ദ ടാസ്ക്, മീനിങ് ഓഫ് ദ ടാസ്ക്, ഇത്രയാണ് വരിക. മെത്തേഡ് വേരിയബിൾസിൽ മെത്തേഡ് ഓഫ് ലേണിംഗ്, എമൗണ്ട് ഓഫ് പ്രാക്ടീസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രാക്ടീസ്, അവൈലബിലിറ്റി ഓഫ് ഇൻസെൻറ്റീവ്സ്, നേച്ചർ ഓഫ് സെൻസറി അപ്രോച്ച്, ഇത്രയാണ് വരിക. പിന്നെ കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ മെമ്മറി, അറ്റൻഷൻ, പ്രോബ്ലം സോൾവിങ് പോലെയുള്ള കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അഫക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള നമ്മുടെ ഇമോഷണൽ സ്റ്റാറ്റസ് എന്താണ്, അത് പഠിക്കുമ്പോൾ ഒരു നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് എങ്ങനെയൊക്കെയാണ്, ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, മോട്ടിവേഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ. പിന്നെ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, നമ്മൾ വരുന്ന സോഷ്യലായിട്ടുള്ള കൾച്ചറലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ചുറ്റുപാട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വരുന്ന സാഹചര്യം നമ്മുടെ പഠനത്തിനെ ബാധിക്കും. അപ്പോൾ ആ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും ലേണിങ്ങിനെ ബാധിക്കും. ഇത്രയാണ് നമ്മുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഓരോ പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ എന്ത് ചെയ്യുക, 1 or 2 സെൻറ്റൻസിൽ അത് എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും കൂടെ ചെയ്താൽ 4 മാർക്കിനുള്ളൊരു ഉത്തരവും. അടുത്തത് വാട്ട് ഈസ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ഹൗ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. അത് എല്ലാവർക്കും എഴുതാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും എന്താണ്, അത് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് എക്സാമ്പിൾ വെച്ചിട്ട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഉള്ളിൽ നിന്ന് സ്വന്തമായിട്ട് മോട്ടിവേറ്റഡ് ആവുന്നതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യാണ്, ഉന്തിത്തള്ളി വിട്ട് ഒരാളെ നമ്മൾ പുറത്തുനിന്ന് ഉന്തിത്തള്ളി വിട്ടിട്ട് ഒരാളൊരു കാര്യം ചെയ്യില്ലേ, അതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കുട്ടി ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, ഇപ്പോൾ സ്പോർട്സിനൊക്കെ പോകുന്നവരാണെങ്കിൽ 4 മണിക്കിട്ട് പ്രാക്ടീസിന് പോവുക, റിഗ്രസ് ആയിട്ടുള്ള പ്രാക്ടീസ്, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പ്രാക്ടീസ്, അങ്ങനെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഭയങ്കര പങ്ക്ച്വലായിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു മടിയും കൂടാണ്ട്, അത് ഇൻട്രിൻസിക് മോട്ടിവേഷനാണ്. നേരെ മറിച്ച് പരീക്ഷയ്ക്ക് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നൊരു സമ്മാനം തരാമെന്ന് വിചാരിച്ചിട്ട് അത് കേട്ടിട്ടും അതിനു വേണ്ടി മാത്രം, ആ സമ്മാനത്തിന് വേണ്ടി മാത്രം പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ എക്സ്ട്രിൻസിക് മോട്ടിവേഷനിൽ വരിക. അപ്പോൾ അതെന്താണ് മോട്ടിവേഷൻ എന്നുള്ള കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൻ്റെ ഡെഫിനിഷൻ അറിയെങ്കിൽ അത് എഴുതുക. അതിനുശേഷം ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താണെന്നുള്ളത് എഴുതുക. വിത്ത് എക്സാമ്പിൾ അതിനെ എഴുതുക. അതിൻ്റെ ഡിഫറൻസ് ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ലാസ്റ്റ് ഒരു പാരഗ്രാഫായിട്ട് എഴുതുക. അത്രയാണ് 4 മാർക്കിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാദിത്വം. ഇനി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി വൺ തിയറി ഓഫ് ഫോർഗെറ്റിംഗ് ആണ്. തിയറി ഓഫ് ഫോർഗെറ്റിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു തിയറി ഓഫ് ഫോർഗെറ്റിംഗ് ആണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ് എന്നുള്ള 4th യൂണിറ്റിൽ പഠിച്ചിട്ടുള്ളതാണ് തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ്. അപ്പോൾ അത് എഴുതുമ്പോൾ നമ്മൾ എഴുതണം, എന്താണ് ഫോർഗെറ്റിംഗ് എന്നുള്ള കാര്യം ഒന്ന് മെൻഷൻ ചെയ്യുക ഒരു പാരഗ്രാഫിൽ. അതിൻ്റെ ഡെഫിനിഷനൊക്കെ കൂടിയിട്ട് എന്താണ് ഫോർഗെറ്റിംഗ് എന്നുള്ളത് എഴുതുക. അപ്പോൾ ഇനി അതിൽ ഏതെങ്കിലും ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 4 തിയറി പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്യൂ ഡിപ്പെൻഡൻറ്റ് ഫോർഗെറ്റിംഗ് ഉണ്ട്, ട്രേസ് ഡി കെ ഉണ്ട്,
ഓർഗാനിക് കോസസ് ഉണ്ട്, ഇൻറ്റർഫറൻസ് തിയറി ഉണ്ട്, ഡീകെ തിയറി ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ക്യൂ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും മെമ്മറിയിൽ സൂക്ഷിക്കുമ്പോൾ അതിന് നമുക്കൊരു ക്ലൂ ഉണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെയാവും നമ്മളത് മെമ്മറിയിൽ സൂക്ഷിക്കുക. അങ്ങനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ക്ലൂ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ മെമ്മറിയിൽ നിന്ന് അത് തിരിച്ചെടുക്കാൻ പറ്റില്ല, ഫോർഗെറ്റ് ചെയ്ത് പോകും. അതാണ് ക്യൂ ഡിപ്പെൻഡൻറ്റ് തിയറി പറയുന്നത്. ട്രേസ് ഡി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അവശേഷിപ്പുകളൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്തില്ലെങ്കിൽ അത് പതിയെ മറന്നു പോകുന്നതാണ്. ഓർഗാനിക് കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബയോളജിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം, അസുഖങ്ങൾ വരിക, അൽഷിമേഴ്സ്, അംനീഷ്യ, ഡിംനീഷ്യ അങ്ങനത്തെയൊക്കെ വരുന്നത്, ബ്രെയിൻ ഇഞ്ചുറി ഒക്കെ വരുന്നത് കാരണം മറന്നു പോകുന്നതിനെയാണ് ഓർഗാനിക് കോസസ് എന്ന് പറയുക. ഇൻറ്റർഫറൻസ് തിയറീസ് ആകുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും പുതിയത് പഠിച്ചത് പഴയത് പഠിച്ചതിൽ ഓർമ്മിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കി, അല്ലെങ്കിൽ നേരെ തിരിച്ചോ, പഴയ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠിച്ച കാര്യത്തിന് ഓർത്തെടുക്കാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടാവുന്നതൊക്കെയാണ് ഇൻറ്റർഫറൻസ് തിയറീസിൽ പറയുന്നത്. ഡി കെ തിയറി നമ്മൾ നേരത്തെ പറഞ്ഞു, കാലപ്പഴക്കം കാരണം നമ്മൾ ഉപയോഗിക്കാതിരിക്കും തോറും ഓരോന്നിന് കേടുവരില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മയ്ക്കും ബുദ്ധിമുട്ട് വരുന്നതാണ് ഈ ഡി കെ തിയറിയിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു തിയറി എഴുതാനാണ് ഈ 18ാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, as a teacher suggest ways in which you can make the classroom climate conducive to learner. അതൊരു അപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്, 4 മാർക്കിന് എഴുതാനുള്ളതാണ്. ഒരു ടീച്ചർ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഒരു ക്ലാസ് റൂം ക്ലൈമറ്റ് കൺഡ്യൂസീവ് ആക്കുക, അതായത് കുട്ടികൾക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ക്ലാസ് റൂം ക്ലൈമറ്റ് എങ്ങനെയൊക്കെ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതായാലും അങ്ങനെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിന് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു ക്ലാസ് റൂം ക്ലൈമറ്റ് വേണം വളർത്തിക്കൊണ്ടുവരാൻ. ക്ലാസ് റൂമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ ഇമോഷണൽ ആയിക്കോട്ടെ, സൈക്കോളജിക്കൽ ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ടീച്ചർക്ക് ഒരു ശ്രദ്ധ വേണം. കുട്ടികൾക്ക് എന്തും ടീച്ചറോട് വന്ന് പറയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരു ടീച്ചർ ഒരു ഓട്ടോക്രാറ്റായിട്ട് ഒരു ഏകാധിപതി എന്നുള്ള രീതിയിലല്ലാണ്ട് ഒരു ഫ്രണ്ട്, ഒരു ഫെസിലിറ്റേറ്റർ, ഒരു ഗൈഡ് എന്നുള്ളൊരു പൊസിഷനിൽ നിൽക്കണം. പിന്നെ എല്ലാ രീതിയിലും ഇപ്പോൾ എന്ത് ഫെസിലിറ്റി ആയാലും അങ്ങനെ കൊടുക്കാനൊക്കെ ഉള്ളൊരു നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടും എന്നുള്ളൊരു പ്രതീതി കുട്ടികൾക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രമിക്കണം. അത് നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നമ്മളിപ്പോൾ ഇത്രയും കാലം പഠിച്ചു വന്നതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണ്. അടുത്തത്, ഡിഫൈൻ ടീച്ചിങ് മോഡൽസ്, എന്യൂമറേറ്റ് ദ ഫണ്ടമെന്റൽ എലമെന്റ്സ് ഇൻ ടീച്ചിങ് മോഡൽസ്. ടീച്ചിങ് മോഡൽസ് എന്തൊക്കെയാണെന്നാണ് അടുത്ത ചോദ്യം. ടീച്ചിങ് മോഡൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അത് നമ്മുടെ 5ാമത്തെ യൂണിറ്റിൽ വരുന്നതാണ് ഈ ടീച്ചിങ് മോഡൽസ്. അപ്പോൾ ടീച്ചിങ് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചിങ്ങിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ടീച്ചിങ്ങിനൊരു ഫ്രെയിം വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുള്ളതാണ് ഈ ടീച്ചിങ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചിങ് മോഡൽസ് എന്താണെന്ന് എഴുതാം. അതേപോലെ ബ്രൂസ് ജോയ്സ് ആൻഡ് മാർഷ വെയിലിൻ്റെ ഒരു ഡെഫിനിഷനൊക്കെ ഉണ്ട്, അത് എന്താണെന്ന് എഴുതാം. പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതാം. എങ്ങനെ അത് ടീച്ചിങ് മോഡൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ ടീച്ചറുടെ ഒരു കപ്പാസിറ്റി, ഒരു ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ടീച്ചറുടെ കപ്പാസിറ്റി എങ്ങനെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം എഴുതുക. എലമെന്റ്സ് ഏതൊക്കെയാണ് വരുന്നത്, ഫോക്കസ് ഉണ്ട്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റീവാണ്. സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചിങ് മോഡൽ പ്രൊസീഡ് ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ്. സോഷ്യൽ സിസ്റ്റം എന്താണെന്നുള്ളത്, എങ്ങനെയാണ് ടീച്ചർ കുട്ടികൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്നുള്ളത്. സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഉപയോഗിക്കുന്ന ലേണിംഗ് എയ്ഡ്സുകളൊക്കെ സപ്പോർട്ട് സിസ്റ്റമാണ്. ഒരു ക്ലാസ് നമ്മൾ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലേണിംഗ് എയ്ഡ്സുകളൊക്കെ സപ്പോർട്ട് സിസ്റ്റമാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത്, അത് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ടീച്ചർ റെസ്പോണ്ട് ചെയ്യുന്നത്, കുട്ടികളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും ടീച്ചർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇൻസ്ട്രക്ഷണൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എഫക്റ്റ് എന്നും പറയും അതിനെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം ഒരു ടോപ്പിക്ക് പഠിച്ചതുകൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഒരു പ്രത്യേക ടീച്ചിങ് മോഡലിലൂടെ പഠിച്ചതുകൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന എഫക്റ്റാണ്. നർച്ചറിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുണ്ടാവുന്ന എഫക്റ്റുകളാണ്. അതാണ് ആ ചോദ്യത്തിൽ എഴുതുന്നത്. അപ്പോൾ ടീച്ചിങ് മോഡൽസ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഡെഫിനിഷൻ എഴുതുക, അതിനുശേഷം എലമെൻറ്റ്സ് എന്താണെന്നുള്ളത് എഴുതുക. എലമെൻറ്റ്സ് ഓരോന്നും പേര് മാത്രം എഴുതിയാൽ പോരാ, എന്താണെന്നുള്ളതൊന്ന് വിശദീകരിക്കുകയും കൂടെ ചെയ്യാം. അടുത്തത്, കമൻറ്റ് ഓൺ ദ യൂസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യോമെട്രി. അപ്പോൾ സോഷ്യോമെട്രി എന്താണെന്നുള്ള കാര്യം എഴുതണം. ജെയിൽ മൊറീനിയോ കൊണ്ടുവന്നതാണ്, എന്തിനുള്ളതാണെന്നൊക്കെയുള്ള കാര്യം എഴുതണം. സോഷ്യോമെട്രിയുടെ
പിന്നെ സോഷ്യോമെട്രി എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവണം എന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ഒരു ക്ലാസ് റൂം ക്ലൈമറ്റും ക്ലാസ് റൂമിൻ്റെ ഒരു ഡൈനാമിക്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സോഷ്യോമെട്രി ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് സോഷ്യോഗ്രാം ഉണ്ടാക്കാം. അതിൽ നിന്ന് സോഷ്യോമെട്രിയിൽ നിന്ന് സോഷ്യോഗ്രാം ഉണ്ടാക്കി അതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം, സ്റ്റാർ, ക്ലിക്ക്, ഐസൊലേറ്റ്സ്, മ്യൂച്വൽസ് ഇവരെയൊക്കെ കണ്ടെത്താം. ഇവരെയൊക്കെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരു ടീച്ചർ എന്നുള്ള രീതിയിലേക്ക് അത് എങ്ങനെയൊക്കെ ബെനിഫിറ്റ് ചെയ്യും. ഒരു സ്റ്റാർ ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഗിഫ്റ്റഡ് ആയിരിക്കും. ആ കുട്ടീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ടീച്ചർക്ക് മനസ്സിലാവും. ചിലപ്പോൾ ക്ലിക്കുകൾ ക്ലാസ് റൂമിൽ ഉണ്ടാവും. ചില ക്ലിക്കുകൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ക്ലിക്കുകളാവാം. ചില ക്ലിക്ക് എന്ന് പറഞ്ഞാൽ 3 അതിലധികമോ കുട്ടികൾ കൂടിച്ചേർന്നിട്ടുള്ളതാണല്ലോ, ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലിക്ക് എന്ന് പറയാം. അപ്പോൾ ചിലവർ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. ക്ലാസ് റൂമിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള നടത്തിപ്പിനൊക്കെ തടസ്സം വെക്കുന്ന ഒരു ഗ്യാങ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ സോഷ്യോമെട്രി ഹെൽപ്പ് ചെയ്യും. അടുത്തത് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൗൺസിലിംഗ് എന്താണെന്ന് എഴുതണം. കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലറും കൗൺസിലിംഗ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ്. ഒരു കൗൺസിലിയുടെ ഒരു ഇതിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ബെറ്റർ അഡ്വൈസ് എന്നുള്ള രീതിയിൽ, ഒരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡിൽ നിന്നും അഡ്വൈസ് എടുക്കുക എന്നുള്ള രീതിയിൽ കൗൺസിലറെ കാണുക. അങ്ങനെ സംസാരിക്കുന്നതിനൊക്കെയാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുക. അതിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുക്കുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം എഴുതുക. നമ്മളൊരു ട്രെയിൻഡ് പേഴ്സണിൽ നിന്നാണ് നമ്മൾ കൗൺസിലിംഗ് എടുക്കുക. അതേപോലെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും, ആ ടോക്കൊക്കെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. പിന്നെ അതേപോലെ ബെറ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് എന്താണെന്നുള്ളതൊക്കെ എഴുതുക. ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഉണ്ട്. ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആയിരിക്കുമ്പോൾ കൗൺസിലർക്കായിരിക്കും എംഫസൈസ് ഉണ്ടാവുക. കൗൺസിലി അവിടെ ഒരു പാസീവായിട്ട് ഇരിക്കുന്ന ആളായിരിക്കും. പിന്നെ നോൺ ഡയറക്റ്റീവ് ആകുമ്പോൾ കൗൺസിലിക്കായിരിക്കും എംഫസൈസ് ഉണ്ടാവുക. എക്ലറ്റിക് ആകുമ്പോൾ രണ്ടുപേർക്കും മ്യൂച്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. കൗൺസിലറിനും കൗൺസിലിക്കും മ്യൂച്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് എക്ലറ്റിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ആ ചോദ്യത്തിൽ ഉത്തരം എഴുതാനുള്ളത്. ഇനി പാർട്ട് സി എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. 2 ചോദ്യം എഴുതിയാൽ മതി 10 മാർക്കിൻ്റെ. 3 എണ്ണത്തിൽ നിന്ന് 2 ചോദ്യം എഴുതിയാൽ മതി. ഓപ്ഷൻ ഉണ്ട്. അടുത്തത് അതിൽ ആദ്യത്തെ ചോദ്യം വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അപ്രോച്ച് ഇൻ ലേണിംഗ് എഴുതാനാണ്. അപ്പോൾ നമ്മൾ ആ തിയറി മൊത്തം എഴുതണം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് മൊത്തം എഴുതണം. വൈഗോട്സ്കിനെ പറ്റിയിട്ട് 1-2 സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ 4 പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ചിൽഡ്രൻ കൺസ്ട്രക്ട് ദെയർ നോളജ്, പിന്നെ ഡെവലപ്മെൻറ്റ് കനോട്ട് ബി സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്, ലേണിംഗ് ക്യാൻ ലീഡ് ടു ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ മെൻ്റൽ ഡെവലപ്മെൻറ്റ്. ആ പ്രിൻസിപ്പിൾസ് ഒക്കെ പറയാം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്താണ്, അതെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് കൊടുക്കുക. 4-5 പോയിൻറ്റ്സ് ഈ വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിലുള്ള 4-5 പോയിൻറ്റ്സ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസിൽ കൊടുക്കുക. എന്തൊക്കെയാണ് ഗ്രൂപ്പ് ലേണിംഗ്, ഡയലോഗിക്കൽ ലേണിങ്ങിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത കാര്യങ്ങൾ എഴുതുക. അതേപോലെ ലേണേഴ്സും ലേണിംഗ് ടാസ്കും ഒക്കെ തമ്മിലൊരു കരിക്കുലം ഭയങ്കര ഇൻട്രാക്റ്റീവായിട്ട്, ലേണേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷനും കരിക്കുലം ലേണിംഗ് ടാസ്കുകൾ തമ്മിലൊരു ലേണറും ലേണിംഗ് ടാസ്കും തമ്മിലൊരു ഇൻട്രാക്ഷനൊക്കെ അങ്ങനെയുള്ള രീതിയിൽ വേണം കരിക്കുലം ഡിസൈൻ ചെയ്യാൻ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസിൽ എഴുതുക. 10 മാർക്കിന് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എഴുതണം. ഫുള്ളായിട്ടുള്ള തിയറി നമ്മൾ എഴുതണം. അടുത്തത് കമൻറ്റ് ഓൺ മൾട്ടി സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറി, വാട്ട് ആർ ഇറ്റ്സ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൾട്ടി സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറി വരുന്നത് നമ്മുടെ 4ാമത്തെ യൂണിറ്റിലാണ്. റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ് എന്നുള്ള യൂണിറ്റിലാണ് വരുന്നത്. അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ മോഡലാണ്. അപ്പോൾ അതെന്താ മോഡൽ എന്നുള്ളത് ജസ്റ്റ് ഒരു 4-5 ഒരു പാരഗ്രാഫിൽ എന്നുള്ള രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ അതിൻ്റെ മെമ്മറി വരുന്നുണ്ടല്ലോ, അത് സെൻസറി മെമ്മറി എങ്ങനെയാണ്, ഷോർട്ട് ടേം മെമ്മറി എങ്ങനെയാണ്, പിന്നെ ലോങ് ടേം മെമ്മറി എങ്ങനെയൊക്കെയാണ്, അതിൽ വരുന്ന പ്രോസസ്സുകൾ, എൻകോഡിങ്, സ്റ്റോറേജ്, റിട്രീവൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുക. അതിൻ്റെ സ്ട്രെങ്ത്, വീക്ക്നെസ് അതൊക്കെ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഒക്കെ എഴുതുക. 4-5 പോയിൻറ്റ്സിൽ അതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസും നമ്മൾ എഴുതുക. എങ്ങനെയാണ് ഈ മൾട്ടി സ്റ്റേജ് മോഡൽ മെമ്മറിയൊക്കെ നമ്മുടെ ലേണിങ്ങിലേക്ക് ഹെൽപ്ഫുൾ ആവുക. നമ്മളിപ്പോൾ ഈ മെമ്മറിയും അതേപോലെ ഫോർഗെറ്റിങ്ങിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് എഡ്യൂക്കേഷണലി അതിനൊരു ഇംപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ തരത്തിലായിരിക്കും, ഓർമ്മയായാലും മറവിയായാലും ഒക്കെ ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ ടീച്ചറെ സഹായിക്കുന്നതും അതിനനുസരിച്ചിട്ട് ടീച്ചർക്ക് ഒരു ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതൊക്കെ ഇങ്ങനത്തെ ഓരോ മോഡലുകളൊക്കെ അതിനെങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ
എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസിൽ എഴുതുക. അടുത്ത ചോദ്യം വരുന്നത് എക്സ്പ്ലെയിൻ ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ് ഓർ ലേണിംഗ് എന്നുള്ളതാണ്. അതേപോലെ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്താണെന്നുള്ള കാര്യം വിശദമായിട്ട് എഴുതുക, അതിൻ്റെ ഡെഫിനേഷൻസ് എഴുതുക, അതിൻ്റെ ടൈപ്സ്. നമ്മൾ 2 മാർക്കിന് പോസിറ്റീവ് നെഗറ്റീവ് 0 എന്ന് മാത്രം പറഞ്ഞു. 10 മാർക്കിലേക്കൊക്കെ വരുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് 0, വെർട്ടിക്കൽ ഒറിസോണ്ടൽ, പിന്നെ നിയർ ഫാർ, അങ്ങനെ എല്ലാ ടൈപ്പുകളും നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. അതേപോലെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. നമുക്ക് പോസിറ്റീവ് ട്രാൻസ്ഫറിന് പറയാം, ഒരു കാര്യം പഠിച്ചത് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു സിറ്റുവേഷൻ നമുക്ക് പോസിറ്റീവ്ലി ഉപയോഗിക്കാം. അത് നമ്മുടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഈ നെഗറ്റീവ് ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടെ ക്ലാരിറ്റിയോട് കൂടി പഠിക്കുക. അത് നെഗറ്റീവ് ട്രാൻസ്ഫറിനെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് റൂം സിറ്റുവേഷനിലേക്ക്, നമ്മുടെ ലേണിങ്ങിലേക്ക് ഈ ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ് അല്ലെങ്കിൽ ലേണിംഗ് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എഴുതുക. അതൊരു 10 മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെ എഴുതി പോവുക. ഇത്രയാണ് നമ്മുടെ 2023 കഴിഞ്ഞ വർഷം നടന്ന ക്വസ്റ്റ്യൻസ്, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങൾക്കൊരു റിവിഷൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക്